നിന്നെ കുറ്റപ്പെടുത്താൻ പലരും കാണും, ഒറ്റപ്പെടുത്താൻ പലരും കാണും. പക്ഷെ അവിടെ നിന്നും യേശു മൗനമായിരുന്നിട്ട്, യേശുവിന് അവരോട് മറുപടിയൊന്നുമില്ല, മൗനമായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് യേശുവിന് അപ്പനോടെയുള്ള സംസാരം, അപ്പനോടെയുള്ള സംസാരം. ഹല്ലേലൂയ. നിന്നെ കുറ്റപ്പെടുത്തുന്നവരോട് നീ മറുപടി പറയാൻ നിൽക്കണ്ട, നിന്നെ ഒറ്റപ്പെടുത്തുന്നവരോട് നീ മറുപടി പറയാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. നിന്റെ ആരാധന എന്താണെന്ന് ചോദിക്കുന്നവരോട് നീ മറുപടി പറയാൻ നിൽക്കണ്ട. നീ പറയാനുള്ളത് അപ്പനോട് പറ, നീ പറയാനുള്ളത് അപ്പനോട് പറ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തമ്പുരാൻ ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ചില വിഷയങ്ങളില്ലേ, ഇതിനകത്ത് മറുപടി ഉണ്ടാകത്തില്ലെന്ന് നീ സ്വയമായി പറഞ്ഞ ചില വിഷയങ്ങളില്ലേ, ഇന്ന് രാത്രി നീ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്നിട്ട് അപ്പനുമായൊന്ന് സംസാരിക്കാൻ തുടങ്ങുന്നുവെങ്കിൽ, അപ്പനെ അതിനകത്തൊന്ന് ഇടപെടുത്താൻ തുടങ്ങുമോ, അപ്പന്റെ കരത്തിനകത്തേക്ക് ആ വിഷയത്തെ ഒന്ന് കൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. എന്തോ ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിയുമ്പോ ഹല്ലേലൂയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി ഇരുന്നിട്ട് അപ്പന്റെ കയ്യിലേക്ക് നിന്റെ ആ വിഷയത്തെ ഒന്ന് കൊടുക്ക്. നാളത്തെ കാര്യം ഹല്ലേലൂയ നിനക്കറിയാൻ പറ്റത്തില്ല, നാളെ അതെങ്ങനെ ഹല്ലേലൂയ ഫേസ് ചെയ്യുമെന്ന് അറിയത്തില്ല, നാളെ അത് നിനക്ക് എങ്ങനെ സോൾവ് ആക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ ഉയരത്തിലെ അപ്പനറിയാ ഈ വിഷയത്തിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന്, ഈ വിഷയത്തിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഉയരത്തിലെ അപ്പൻ നിനക്ക് പറഞ്ഞു തരും. കുറ്റപ്പെടുത്താൻ പലരും കാണും, ഒറ്റപ്പെടുത്താൻ പലരും കാണും. പക്ഷെ അവിടെ നിന്നും യേശു മൗനമായിരുന്നിട്ട്, യേശുവിന് അവരോട് മറുപടിയൊന്നുമില്ല, മൗനമായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് യേശുവിന് അപ്പനോടെയുള്ള സംസാരം, അപ്പനോടെയുള്ള സംസാരം. ഹല്ലേലൂയ. നിന്നെ കുറ്റപ്പെടുത്തുന്നവരോട് നീ മറുപടി പറയാൻ നിൽക്കണ്ട, നിന്നെ ഒറ്റപ്പെടുത്തുന്നവരോട് നീ മറുപടി പറയാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. നിന്റെ ആരാധന എന്താണെന്ന് ചോദിക്കുന്നവരോട് നീ മറുപടി പറയാൻ നിൽക്കണ്ട. നീ പറയാനുള്ളത് അപ്പനോട് പറ, നീ പറയാനുള്ളത് അപ്പനോട് പറ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തമ്പുരാൻ ഇറങ്ങുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ, നിന്റെ ആരാധനയ്ക്ക് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ, ഹല്ലേലൂയ നാറ്റം വെച്ചതിനെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനെ, ഇനി ഇല്ലെന്ന് പറഞ്ഞതിനെ പുറത്തു കൊണ്ടുവരാൻ, ചലനമറ്റ് കിടക്കുന്ന ആത്മീക മേഖലയെ കർത്താവ് ഇന്ന് രാത്രി പുഷ്ടിപ്പെടുത്തുന്നു, പുഷ്ടിപ്പെടുത്തുന്നു. നിന്റെ തലമുറകളുടെ മേലോ അസാധാരണമായ ഒരാത്മനിയോഗത്തെ കർത്താവ് തുറക്കുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ. പ്രാർത്ഥനയ്ക്ക് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയോ? പ്രാർത്ഥനയ്ക്ക് ചലനമറ്റതിനെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ പ്രാർത്ഥനയ്ക്ക്, എന്റെ കൂടാരത്തിനകത്ത് ചലനമറ്റ് കിടക്കുന്ന മേഖലയെ ചലിപ്പിക്കാൻ കഴിയുമെന്ന്, എന്റെ ജീവിതത്തിനകത്ത് ചലനമറ്റ് കിടക്കുന്ന ചില മേഖലകളില്ലേ, തളിർക്കാതെ കിടക്കുന്ന മേഖലകളില്ലേ, ക്ഷീണിച്ച് കിടക്കുന്ന മേഖലകളിലെ അതിനെ പുഷ്ടിപ്പെടുത്തുവാൻ എന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ വിശ്വസിക്കുന്നവർ കരമടിച്ച്